സർ, ഇറാന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഇന്ധന വിതരണം തടസ്സപ്പെടുമോ, ക്രൂഡ് ഓയിൽ ക്ഷാമം ഉണ്ടാകുമോ എന്നതൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ കൂടി ഇന്ത്യയെ സഹായിക്കാൻ റഷ്യയും അമേരിക്കയും ഒക്കെ രംഗത്തുണ്ട്. റഷ്യ എല്ലാ രീതിയിലും ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ നൽകുമ്പോൾ ഹോർമസ് കടലിടുക്ക് വഴി ഇന്ത്യക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ അകമ്പടി വരെ പോകാൻ US തയ്യാറാണ് എന്ന് ട്രംപ് ഉൾപ്പെടെ പറയുകയുണ്ടായി. എങ്കിൽ പോലും ഏതെങ്കിലും രീതിയിൽ ഇറാൻ ഒരു അട്ടിമറി നടത്തിയാൽ ഇന്ത്യ ഒരു ക്രൂഡ് ഓയിൽ ക്ഷാമം നേരിടേണ്ടി വരുമോ? ഇന്ത്യയിൽ ഒരു ഇന്ധന വിതരണ തടസ്സമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ വരും ദിവസങ്ങൾ? ഇന്നത്തെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇന്ത്യക്ക് വരാൻ ഒരു സാധ്യതയുമില്ല. എന്നാലും ഞാൻ ഇതിന്റെ ഒരു പൊളിറ്റിക്സ് പറയാം. ഇവിടെ ബേസിക് പ്രശ്നം ഇറാനോ ഇറാഖോ ഗൾഫ് കൺട്രീസോ ഇസ്രായേലോ അമേരിക്കയോ ഒന്നുമല്ല. ഇവിടെ കച്ചവടം എന്ന ആ ഒരു ബേസിക് പ്രശ്നം തന്നെയാണ് ഇത് പല രൂപത്തിൽ പല കളറുകളൊക്കെ മാറിയിട്ട് വന്നിരിക്കുന്നത്. അതായത് ഈ ക്രൂഡ് ഓയിൽ എന്ന സംഭവം ഇന്ന് ജനങ്ങളുടെ ഈ ആധുനിക യുഗത്തിൽ ജീവിതവുമായി ബന്ധപ്പെട്ട അവന്റെ ആ സുഖലോലുപതമായ ജീവിതത്തിന് ആ ജീവിത രീതി നിലനിർത്താൻ പ്രധാനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ക്രൂഡ് ഓയിൽ. ആദ്യകാലങ്ങളിലൊന്നും ഈ ക്രൂഡ് ഓയിലിന്റെ ആവശ്യവുമില്ല. നമ്മുടെ വീട്ടിൽ അന്നത്തെ ആദ്യ മനുഷ്യർ, അതായത് നമ്മുടെ തന്നെ അച്ഛന്റെ അച്ചാച്ചനൊക്കെ ജീവിച്ച ആ ഒരു സംസ്കാരമാണോ ഇന്നത്തെ സംസ്കാരം? അപ്പോൾ നമ്മൾ ഒരുപാട് ഈ ലേറ്റസ്റ്റ് ഇതുമായിട്ട് അഡിക്റ്റഡ് ആയിട്ടാണ് ക്രൂഡ് ഓയിൽ ഇതിനെ നമ്മൾ അതിന്റെ അടിമയായി മാറി. ഈ ക്രൂഡ് ഓയിൽ ആദ്യ കാലഘട്ടങ്ങളിൽ വളരെയധികം ഖനനം ചെയ്തിരുന്ന രാജ്യമാണ് ഇറാനും ഇറാഖും. അവരായിരുന്നു അന്നത്തെ ഡെവലപ്ഡ് കാര്യങ്ങൾ. ഇതിന്റെ ശേഖരങ്ങൾ ഗൾഫ് കൺട്രീസിലും ഉണ്ട്. ഈ ഇറാനിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ കൊണ്ടുപോയിരുന്ന രാജ്യമാണ് അമേരിക്ക. ഇറാന്റെ ഏറ്റവും ഉച്ചമിത്രമായിരുന്നു അമേരിക്ക. അത് നമുക്കറിയാലോ. ഏതു കച്ചവട ബന്ധങ്ങളും എന്നും ശാശ്വതമായ ഒരുപോലെ നിൽക്കില്ല. ആ കച്ചവടത്തിന്റെ നെഗോഷിയേഷൻ എല്ലാ സമയങ്ങളിലും വരുമ്പോൾ അത് കുറയ്ക്കാൻ വാങ്ങുന്നവൻ നോക്കും, വിൽക്കുന്നവൻ കൂട്ടാൻ നോക്കും. അപ്പോൾ സാമാന്യ ജനങ്ങളുടെ ജീവിതം ഇന്ന് ക്രൂഡ് ഓയിലുമായിട്ട് വളരെയധികം അഡിക്റ്റായി നിൽക്കുകയാണ്. അപ്പൊ ക്രൂഡ് ഓയിൽ ഓരോ രാജ്യത്തിന്റെയും ബഡ്ജറ്റിലെ ഒരു പ്രധാന സംഭവമായിട്ട് ഈ ക്രൂഡ് ഓയിൽ മാറിക്കഴിഞ്ഞു. ഈ ക്രൂഡ് ഓയിൽ ശേഖരിച്ചു വെക്കുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരിയുടെ ആദ്യത്തെ ചുമതല എന്ന അവസ്ഥയിലേക്ക് ഓരോ രാജ്യങ്ങളും എത്തി. അപ്പൊ ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ബൈ ഗോഡ്, ദൈവദാനം, ദൈവത്തിന്റെ കൃപ കൊണ്ടുണ്ടായ കുറച്ച് രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമേ ഈ ക്രൂഡ് ഓയിൽ ഉള്ളൂ. അത് തുടക്കത്തിൽ മുതൽ ഇറാൻ അത് വളരെയധികം ഉപയോഗിച്ചു, ധാരാളിത്തം നടത്തി, തോന്നിയ മാതിരി അത് ലോകത്ത് അവർ അത് വിതരണം ചെയ്ത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തതിന്റെ ആ ദൈവത്തിന്റെ ശിക്ഷയാണ് ഇന്ന് ഇറാനും ഇറാഖൊക്കെ അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ആദ്യം തന്നെ ഇത് കയ്യിലിരിക്കുമ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്ത് വളരെയധികം നല്ല രീതിയിൽ അറിയപ്പെടുന്ന രാജ്യങ്ങളായി ഇത് മാറിയത്. അതിനുള്ള സാഹചര്യം അവർ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോ ഇവിടെ ഈ ക്രൂഡ് ഓയിലിന്റെ കൺട്രോള് ഈ മിഡിൽ ഈസ്റ്റും ഇറാനും ഇറാഖിനും ഒക്കെ അമേരിക്ക അവരുടെ കയ്യിൽ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇന്ത്യ അതിന്റെ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടുകയായിരുന്നു. ഈ കഴിഞ്ഞ 10 വർഷത്തിന് മുന്നേ ഇന്ത്യ സത്യത്തിൽ ക്രൂഡ് ഓയിൽ വാങ്ങി കോടികളുടെ കടമായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായതാണ്. പക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കാരണം ക്രൂഡ് ഓയിലിന്റെ വില മൂർധന്യത്തിൽ $110 ബാരൽ വരെ ആയ സമയത്തും ഇന്ത്യ 22,000 കോടി രൂപ കടത്തിൽ നിൽക്കുമ്പോഴാണ്, അതായത് ക്രൂഡ് ഓയിൽ വാങ്ങിയ കടം ഇന്ത്യയുടെ, ആ സമയത്താണ് നരേന്ദ്രമോദി ഭരണത്തിൽ വരുന്നത്. പിന്നെ സാഹചര്യങ്ങൾ മാറി മാറി വന്നു. ഇന്ന് ഇന്ത്യ ക്രൂഡ് ഓയിലിന്റെ കടം കംപ്ലീറ്റ് സീറോ ആക്കിയിട്ട്
ഇന്ന് ക്യാഷ് ബേസിലാണ് നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെയധികം സാധ്യതകൾ കൂടി നമുക്ക് ആരോടും വളരെ കറക്റ്റ് ആയിട്ട് നെഗോഷിയേഷൻ ചെയ്ത് അത് വാങ്ങാൻ പറ്റുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യക്ക് എവിടെ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങാനുള്ള കെൽപ്പും ശക്തിയും വ്യാപ്തിയും എല്ലാ സൗകര്യവും ഇപ്പോൾ ഇന്ത്യക്ക് ഉണ്ട്. എന്നാൽ പോലും ഞാൻ മനസ്സിലാക്കുന്ന ഒരു 2 കൊല്ലത്തിന് യൂസ് ചെയ്യാനുള്ള ക്രൂഡ് ഓയിൽ നമ്മൾ ആൾറെഡി വാങ്ങി നമ്മുടെ അണ്ടർഗ്രൗണ്ടുകളിൽ വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്നാൽ പോലും ഇത് തുടർച്ചയായി ഈ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന പ്രധാന രാജ്യങ്ങളാണ് ഇറാൻ, ഇറാഖ്. ഈ ഭാഗത്ത് കൂടെ ഈ ഹോർമിസ് കടലിടുക്കിൽ കൂടെ വേണം ആ ക്രൂഡ് ഓയിൽ ഷിപ്പുകളെല്ലാം ഇങ്ങോട്ട് വരാൻ. അപ്പോ ഈ വരവ് സുഗമമല്ലാതെ വരുമ്പോൾ ക്രൂഡ് ഓയിൽ വരവ് നിൽക്കും. ആഴ്ചയിൽ എത്രയോ ഒരു 3 ഷിപ്പ് അങ്ങനെ ഒരു കണക്കുണ്ട്. അത് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കണം, എന്നാലേ അതിനെ കണ്ടിന്യൂറ്റി നിൽക്കാതിരിക്കുകയുള്ളൂ. പക്ഷെ ഇന്ന് ഇന്ത്യക്ക് അതിലൊന്നും വലിയ പേടിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് നമ്മൾ ആൾറെഡി റഷ്യയിൽ നിന്ന് വളരെ വലിയ ക്വാണ്ടിറ്റി ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന വെനിസുലയും നമ്മൾ വാങ്ങുന്ന സ്ഥലം തന്നെ. പക്ഷെ വെനിസുല ഇപ്പോ ട്രംപ് കൈയടക്കി വെച്ച് അത് അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് ധൈര്യമായിട്ട് ഈ റഷ്യയിൽ നിന്ന് വാങ്ങുന്നതിന്റെ അളവ് ഇപ്പോൾ വാങ്ങുന്നതിന്റെ ഒരു 10 ഇരട്ടിയോ 20 ഇരട്ടിയോ കൂട്ടിയാൽ ഈ പ്രശ്നമൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. എന്നാലും ഈ യുദ്ധം എന്ന് പറയുന്ന ഈ വിരോധാഭാസം, അതായത് അധികാരത്തിന് വേണ്ടിയിട്ട് മതം പുറത്തുവിടുക, മതം കളിക്കുക, നുണ പറയുക, ഇതുപോലെ തന്നെ ഈ ബിസിനസ് വ്യാപാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവരെ തമ്മിൽ തല്ലിച്ച് ആ തല്ലുകൊള്ളാൻ തയ്യാറായി വൃത്തികേട് ചെയ്യുന്നവർക്ക് അത് അനുഭവിക്കുകയും വേണം എന്ന് തന്നെ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഈ ക്രൂഡ് ഓയിൽ എന്ന വിഷയം ലോകത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ ടെക്നോളജി എത്ര തന്നെ വലുതായാലും ഇന്ന് എല്ലാവർക്കും വളരെ വേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ക്രൂഡ് ഓയിൽ. ഈ ക്രൂഡ് ഓയിൽ കൺട്രോള് എല്ലാവരും കൂടി ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനമെന്ന് എന്നോ ആയതാണ്. UN ഈ വിഷയം വെച്ച് എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് ചില രാജ്യങ്ങളിൽ മാത്രമുള്ള ഈ ഒരു സംഭവം, അത് അവരുടെ ഒരു മൂലധനം ഉണ്ടാക്കാനുള്ള അവരുടെ ഒരു അവകാശമാണെങ്കിൽ പോലും ഇതിന്റെ മാർക്കറ്റിങ്ങും കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ തക്കതായിട്ട് ഇതിന്റെ മാർക്കറ്റിംഗ് മേഖല ഒരുപോലെ ആക്കാതെ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തും തമ്മിൽ അടിച്ചും പോകുന്ന ഈ രീതി ശരിയല്ല. എന്തൊക്കെ തന്നെയായാലും ഇന്ത്യ ഇതൊക്കെ മുന്നേ കണ്ടുകൊണ്ട് ഒരു മുടി മുന്നേ എറിഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ ഇത് സംഭവിക്കുന്നതിന് നേരത്തെ കൂട്ടി അറിയാം. ഇവിടെ നമ്മൾ ആരുടെ മുന്നിലും മുട്ടുപടക്കാൻ പോകുന്നില്ല. നമുക്ക് വേണ്ട ക്രൂഡ് ഓയിൽ ഇപ്പോൾ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ പോലും ഭാവിയിലേക്ക് വേണ്ട സ്റ്റോക്ക് നമ്മൾ അത് റഷ്യയിൽ നിന്നായാലും മറ്റു വഴികളും കണ്ടെത്തും. യെസ് എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്ക് നേരെ ഇറാന്റെ അത്തരത്തിലുള്ള ഒരു ത്രട്ടനിങ് ഉണ്ടായാൽ തന്നെ ഏത് രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യണം എന്ന വ്യക്തമായ ധാരണ ഇന്ത്യക്കുണ്ട്. അതിനുള്ള സമ്പത്ത് അത്രയും ഇന്ത്യ എണ്ണയുടെ വിഷയത്തിൽ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ വിഷയത്തിൽ ഇന്ത്യ കരുതി വെച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സർ.